ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഈ 5-ാം മന്ത്രി സ്ഥാനത്തിൻ്റെ കാലത്ത് പറഞ്ഞ, പ്രത്യേകിച്ച് ആ കാലത്ത് മലപ്പുറത്ത് 33 സ്കൂളുകൾ കൊടുത്തപ്പോൾ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ 5-ാം മന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായിരിക്കുന്ന സമയത്ത് കൊടുക്കണോ ഈ 33 സ്കൂളുകൾ ഒരു പ്രത്യേക സമുദായത്തിന്? അന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തിയ ആ വിമർശനമുണ്ട്. അന്നും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആരും വർഗീയവാദി എന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇന്ന് അതേ മുസ്ലിം ലീഗ് നേതൃത്വവും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയായി ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതേ വി ഡി സതീശൻ ഇപ്പുറത്തേക്ക് ഇടതുപക്ഷത്തെ നോക്കി അവർ വർഗീയവാദികൾ, ഇടതുപക്ഷക്കാർ, CPIM, LDF വർഗീയവാദികൾ എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രമുണ്ട്, രാഷ്ട്രീയ തന്ത്രമുണ്ടല്ലോ. അത് എത്രമാത്രം യേശും, പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണല്ലോ, ഇത് കുറെ കൂടി എക്സ്പോസ്ഡ് ആവുന്നൊരു സമയമാണോ ഇത്? ആ ഒരു പ്രചാരണം കുറേ മുന്നോട്ട് പോയി, പക്ഷേ അതിൻ്റെ ഇപ്പോൾ വസ്തുതകൾ കുറേ കൂടി ആളുകൾ തിരിച്ചറിയുന്ന നിലയിലേക്ക് അത് അവർക്ക് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടോ? അത് കൂടുതൽ തെളിമയോടെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യണം. അത് സ്വാഭാവികമായി വരുന്നില്ലെങ്കിൽ നമുക്കത് പറയേണ്ടിയും വരും. താങ്കൾ ചോദിച്ച ഏറ്റവും പ്രസക്തമായ കാര്യം പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. 2013 കാര്യം. ഈ ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ് AIP പ്രോഗ്രാം എന്നാണ് ചുരുക്കത്തിൽ പറയുക. അങ്ങനെ പ്രോഗ്രാം 94-ലെ നരസിംഹറാവു ഗവൺമെൻറ്റാണ് ആവിഷ്കരിച്ചത്. പക്ഷേ അത് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകൾ ആദ്യം മൈനോറിറ്റീസിൻ്റെ പേരിൽ രൂപപ്പെടുത്തുക, എന്നിട്ട് ക്രമേണ അതിനെ എയ്ഡഡ് സ്കൂളുകളാക്കി മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള രാജ്യവ്യാപകമായൊരു പദ്ധതിയാണ് അതിൻ്റെ പുറകിൽ നടന്നത്. പക്ഷേ ഇത് കേരളത്തിൽ വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോഴാണ് മലപ്പുറം ജില്ലയിൽ 33 അൺഎയ്ഡഡ് സ്കൂളുകൾ ഇവർ തന്നെ രൂപപ്പെടുത്തിയാണല്ലോ. കാര്യം അന്ന് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഒരേ പാർട്ടിയാണ്. 33 അൺഎയ്ഡഡ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളാക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, എയ്ഡഡ് സ്കൂളുകളാക്കി കഴിഞ്ഞാൽ മുഴുവൻ സർക്കാരിൻ്റെ ശമ്പളവും അധ്യാപകന് ശമ്പളം കൊടുക്കേണ്ടതും ഇതിൻ്റെ വാർഷിക മെയിൻ്റനൻസും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് വരുന്നത്. അപ്പോഴാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നും പറവൂർ MLA ആണല്ലോ, അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ 2012 5-ാം മന്ത്രി കൊടുത്തു ലീഗിന്, ഇപ്പോൾ ഇതാ 33 അൺഎയ്ഡഡ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളുമാക്കിയിരിക്കുന്നു. ഇത് സമൂഹത്തിന് നൽകുന്ന വളരെ തെറ്റായൊരു മെസ്സേജ് അല്ലേ? എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന വി ഡി സതീശൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് അദ്ദേഹത്തിൻ്റെ എന്ത് ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ് അന്നത്തെ സതീശൻ്റെ വാചകങ്ങളും ഇന്നത്തെ സതീശൻ്റെ നിലപാടും തമ്മിൽ നമ്മൾ കോൺഗ്രസ്സുകാർ, ഇപ്പോൾ എന്നെ വിട്ടേക്കൂ, ശരത്തിനെ സജീഷിനെ വിട്ടേക്കൂ, കോൺഗ്രസ് സഹയാത്രികനായ റജിക്ക് എങ്ങനെ അത് എങ്ങനെ ഫീൽ ചെയ്യും? അത് ഇപ്പോൾ ഇന്ന് ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് 71-ലാണോ ഡിസംബറിലാണോ ഉണ്ടാവുന്നത്, അതുമായി ബന്ധപ്പെട്ട് വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഭാഷേൻ്റെ അല്ല കേട്ടോ, ഷാജിയുടെ ആണേ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നൊരു പ്രതി ഉണ്ടായിരുന്നു, കുമാരൻ. ആരാണെന്നറിയാമോ? കുമാരൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സഹോദരൻ. വിധേയത്വ കമ്മീഷൻ പ്രതിയായി കുറ്റപ്പെടുത്തിയ ആളാണ് കുമാരൻ എന്ന നുണ, അസംബന്ധം വിളിച്ചു പറയുകയാണ്. എന്തിനാണ്? വർഗീയ നേട്ടത്തിന് വേണ്ടി, വർഗീയതാ നേട്ടത്തിന് വേണ്ടി. അങ്ങനൊരു പദപ്രയോഗം റജി എവിടെയെങ്കിലും ഒരു അക്ഷരം ഇത് ഇങ്ങനെ ബന്ധപ്പെടുത്തുന്ന ഒരു പരാമർശം, ഒരക്ഷരം കാണിച്ചു തരാൻ പറ്റുമോ? എങ്കിൽ താങ്കൾക്ക് അത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. താങ്കൾക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഷാജിയെ ധാർമ്മികമായെങ്കിലും തിരുത്തണമെന്ന് നിങ്ങൾക്ക് ഈ ചർച്ചയിൽ ഉപദേശിക്കാൻ പറ്റുമോ? ചോദ്യം നേരിട്ടാണ്. നോക്കൂ, ഈ KM ഷാജി ഏതെങ്കിലും വല്ല പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു സാങ്കത്യത്തെയോ അതിൻ്റെ വിശ്വാസ്യതയോ പരാമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് എൻ്റെ എന്നോട് അത് ചോദിക്കുന്നത് തന്നെ ഉചിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ മുന്നണിയിലെ നേതാവാണെന്നേ, നിങ്ങളുടെ മുന്നണിയുടെ സ്വരവും നിങ്ങളുടെ മുന്നണിയുടെ രാഷ്ട്രീയവും ഓൺ മോറൽ ഗ്രൗണ്ട്സ് ഓൺലി, ധാർമ്മികതയുടെ മാത്രം പേരില്ല. അത് അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം ഞാൻ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് അതിലേക്ക് നമുക്ക് വരാം. അതായത് 1996 ഏപ്രിൽ 22-ാം തീയതിയിലത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ പക്കലുണ്ട്.
അതിൽ ഈ പറയുന്ന നിങ്ങൾ എതിർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിന്ന് വർഗീയ രാഷ്ട്രീയം എന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോൺഗ്രസ് UDF മുന്നണിക്ക് വോട്ട് നൽകാൻ അവർ തയ്യാറാകുന്ന ഒരു ഘട്ടത്തിൽ അതിനെ നിശിതമായി പല സന്ദർഭങ്ങളിൽ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന എന്താ തീരുമാനം, ഞാനത് തെറ്റാതിരിക്കാൻ വേണ്ടി നോക്കി വായിക്കുന്നത്, ആശാവഹവും ആവേശകരവുമാണ് LDFനെ പിന്തുണയ്ക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം. ആ ഘട്ടത്തിൽ ജമാഅത്ത് വെൽഫെയർ പാർട്ടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, BJPയിലേക്ക് എസ് രാജേന്ദ്രൻ എന്നുള്ള ഒരു മുൻ MLA എനിക്കിതൊന്ന് മറുപടി പറയാനുണ്ടേ. എസ് രാജേന്ദ്രൻ 3 തവണ കോൺഗ്രസ് CPMന്റെ MLA ആയിട്ട് ഇരുന്ന ആളാണ് എസ് രാജേന്ദ്രൻ. അദ്ദേഹം BJPയിലേക്ക് പോയി. ഇത് നോക്കൂ, ഈ മംഗലപുരത്ത് മുല്ലശ്ശേരി മധു നിങ്ങൾ ഏരിയ കമ്മിറ്റിയുടെ യോഗത്തിൻ്റെ ആ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി BJP ഓഫീസിലേക്ക് പോകുന്നത്. നമ്മളത് മറക്കരുത്. രാഷ്ട്രീയ നിരീക്ഷകനായി ദീർഘകാലം ചാനൽ ചർച്ചകളിൽ വന്ന ശ്രീ അദ്ദേഹം നടന്നു കയറിയത് BJPയിലേക്ക് പോയി. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇവരെല്ലാം. അതുകൊണ്ട് ആ താരതമ്യം ഒന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല. വക്താവ് ടോം വടക്കൻ ഉൾപ്പെടെ. അപ്പോൾ അത് കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി അതിനെ എടുക്കരുത്. ശരി, ശ്രീ ജയചന്ദ്രൻ, വളരെ ചുരുക്കി വേണം, ഞാൻ ഇടവേളയിലേക്ക് പോകും മുമ്പ് രണ്ടുപേരിലേക്കും റജി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മാത്രം ഒറ്റ കാര്യം പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്യാത്തൊരു സംഘടനയായിരുന്നു. പിന്നീട് 90കളുടെ പകുതി മുതലാണ് അവർ വോട്ടെടുപ്പിലേക്ക് തന്നെ വരുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾക്ക് ഇഷ്ടമുള്ളവർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് തുടരുകയാണ് പിന്നീടും. അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്, ചിലപ്പോൾ വലതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. അത് മനസാക്ഷി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാത്തവർ. പക്ഷേ 2011 മുതൽ വേറെയാണ് നിലപാട്. വെൽഫെയർ പാർട്ടി ഉപയോഗിച്ച അവരാണല്ലോ. അപ്പം മുതൽ നിലപാട് വേറെയാണ്. ഇതാണ് കാണേണ്ടത്. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങി RSS ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ സംഘ്പരിവാർ സംഘടനകളെ ആകെ നേതൃപരമായി നയിച്ചു നിൽക്കുമ്പോൾ BJP അവരുടെ രാഷ്ട്രീയ മുഖമായതുപോലെ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നു. അതിനുശേഷം അവർ നേരിട്ട് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നേരത്തെ സജീഷ് കൈ ഉയർത്തിയതുകൊണ്ടാണ്. ക്യുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടവേളയിലേക്ക് പോകും മുമ്പ് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ സജീഷ് റജി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ട്. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് കോൺഗ്രസിൻ്റെ തീർച്ചയായും ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് കോൺഗ്രസ് മതനിരപേക്ഷതയ്ക്ക് ഏൽപ്പിച്ച പോറലിൻ്റെ ഭാഗമായി അവരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയുമെല്ലാം കോൺഗ്രസിനോടൊപ്പം നിന്ന ആളുകൾ പോലും ഇപ്പോൾ ഇടതുപക്ഷം ആവശ്യപ്പെടാതെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നതിൻ്റെ മുകൾ ഭാവമെന്നും കാണിക്കാതെ അവസാനത്തെ കാര്യം മാത്രം വായിച്ചിട്ട് ഇതാ ഞാൻ നോക്കി വായിക്കുകയാണ് എന്ന് പറയുകയാണ്. അതായത് നിങ്ങളെ അനുകൂലിക്കേണ്ടവർ പോലും ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി സ്വയം തീരുമാനമെടുക്കുന്ന അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. അത്രയും അപകടകരമാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. അല്ലാതെ സപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയതല്ല, അവരോട് ധാരണ ഉണ്ടാക്കിയതല്ല. റജി 90കളിലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിന്റെ ഒരു ഭാഗം വായിച്ചു. പിന്നെ ഒറ്റ വാചകം കൂടി പറയേണ്ടതുണ്ട്. വേഗം സമയം ഒറ്റ വാചകം കൂടി ആ പറഞ്ഞ കാര്യത്തിന് ചേർത്ത് തന്നെയാണല്ലോ ഈ പിന്നെ ഏതോ ഒരു വക്താവ്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞങ്ങളിരിക്കുമ്പോൾ അപ്പുറം വന്നിരിക്കുന്നതാണ്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ല. എന്നാൽ നിങ്ങളുടെ ദേശീയ വക്താവ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവല്ലേ കേരളത്തിലുണ്ടായിരുന്ന ടോം വടക്കൻ BJP പോയി, അത് കണ്ടിട്ടില്ല നിങ്ങൾ? റജിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 10 പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങൾ വേറെ പാർട്ടിയിലൊന്നും പോകരുത് എന്ന് എഴുതി വാങ്ങണമായിരുന്നു. രാജേന്ദ്രൻ MLA ആയിരുന്നു, ശരിയാ, പക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരുടെ പാർട്ടിക്ക് പറ്റാത്തതുകൊണ്ടാണ് പുറത്താക്കിയത്. പറ്റാത്തതുകൊണ്ട് പുറത്താക്കിയ ആള് പിന്നെ എങ്ങോട്ട് പോകുന്നാണോ ചോദിക്കുന്നത്? നിങ്ങൾ പുറത്താക്കിയിട്ടല്ലല്ലോ പോയത്. നിങ്ങൾ എന്ത്